Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 77. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇരുട്ട് വീണ് കിടക്കുന്ന ആ കാട്ടുപാതയിലൂടെ സദാനന്ദന്റെ ആ പഴയ ഗോഡൌണിന്റെ വാതിൽക്കലേക്ക് ഡിവൈഎസ്പി രഞ്ജനയെ മുന്നിൽ നടത്തിക്കൊണ്ട് ആ മുഖംമൂടി സംഘം നടന്നെടുത്തു. അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ മാത്രം കൂടെ നിൽക്കുന്ന രഞ്ജന്റെ മുഖത്ത് ഇപ്പോൾ മരണഭയം തളം കെട്ടി നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഊർന്നു വീഴുന്നുണ്ട്. ഗോഡൌണിന്റെ ആ വലിയ ഇരുമ്പുവാതിൽക്കൽ എത്തിയതും സംഘത്തിലെ ഒരാൾ തോക്കിൻ കുഴൽ കൊണ്ട് രഞ്ജന്റെ നടുമ്പുറത്തൊന്ന് കുത്തി. വാതിലിൽ തട്ടാനുള്ള കർശനമായ നിർദ്ദേശമായിരുന്നു അത്. വിറയ്ക്കുന്ന കൈകളോടെ രഞ്ജന വാതിലിൽ തട്ടി. ആരാ അത്? അകത്തുനിന്നും എസ് വർഗീസിന്റെ സംശയം നിറഞ്ഞ ചോദ്യം കേട്ടു. തൊണ്ടയിലൊരുങ്ങിയ ഉമിനീർ ഇറക്കിക്കൊണ്ട് രഞ്ജൻ വിളിച്ചു പറഞ്ഞു, വാതിൽ തുറക്കടോ, ഞാനാ ഡിവൈഎസ്പി രഞ്ജൻ. മേലുദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ടതോടെ വലിയ ശബ്ദത്തോടെ ആ ഇരുമ്പുവാതിൽ തുറക്കപ്പെട്ടു. അകത്തെ മങ്ങിയ വെളിച്ചത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ബ്രഹ്മദത്തനും എസ് വർഗീസും അവരെ കൂടാതെ 2-3 പോലീസുകാർ നിൽപ്പുണ്ട്. ഒരു വശത്തായി സദാനന്ദന്റെ വിശ്വസ്തരായ കുറച്ച് ഗുണ്ടകളും. സാറെന്താ തിരിച്ചു വന്നത്? സംശയത്തോടെ ചോദിക്കുമ്പോഴാണ് ബ്രഹ്മദത്തൻ ഭയന്നു വിറച്ചു നിൽക്കുന്ന രഞ്ജനയും തൊട്ടു പിന്നിലായി ഇരുട്ടിന്റെ മറപറ്റി നിൽക്കുന്ന ഒലിയു പച്ചയും കറുപ്പും ധരിച്ച മുഖംമൂടി സംഘത്തെയും കണ്ടത്. അയാൾ അപകടം മണത്തു. ഒരു നിമിഷം പോലും വൈകാതെ അയാൾ തന്റെ അരയിലെ സർവീസ് പിസ്റ്റൾ വലിച്ചെടുക്കാൻ കൈനീട്ടി. പക്ഷേ അയാളുടെ വിരലുകൾ ആ തോക്കിൽ സ്പർശിക്കുന്നതിന് മുൻപേ തന്നെ ആ മുഖംമൂടികൾ ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഗോഡൌണിനകത്തേക്ക് ഇരച്ചു കയറിയിരുന്നു. പിന്നെ അവിടെ നടന്നത് ഇടിമിന്നൽ പോലെയുള്ള ആക്രമണമായിരുന്നു. തോക്കെടുക്കാൻ ശ്രമിച്ച ബ്രഹ്മദത്തന്റെ നെഞ്ചിലേക്ക് പാഞ്ഞു വന്നത് കാരിരുമ്പിന്റെ കരുത്തുള്ള ഒരു ചവിട്ടായിരുന്നു. അയാൾ തെറിച്ച് പിന്നിലെ മേശയ്ക്ക് മുകളിലേക്ക് വീണു. തടയാൻ ചെന്ന എസ് വർഗീസിന്റെ മുഖത്തേക്ക് ഒരു ഇരുമ്പ് മുഷ്ടി വന്നിടിച്ചു. അയാളുടെ മൂക്ക് പൊട്ടി ചോര ചീറ്റി. സദാനന്ദന്റെ ഗുണ്ടകൾ ആയുധങ്ങളും എടുത്ത് പാഞ്ഞെടുത്തെങ്കിലും ആ മുഖംമൂടികളുടെ അഭ്യാസക്കരുത്തിന് മുന്നിൽ അവർക്കൊന്നും പിടിച്ചു നിൽക്കാനായില്ല. വായുവിൽ ഉയർന്നു ചാടിയുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള ചവിട്ടുകളും ലക്ഷ്യം തെറ്റാതെയുള്ള ഇടിയിലും ആ ഗുണ്ടകൾ ഓരോരുത്തരായി നിലംപതിച്ചു. എതിർക്കാൻ ശ്രമിച്ച പോലീസുകാരെയെല്ലാം നിമിഷ നേരം കൊണ്ട് അവർ നിരായുധരാക്കി നിലത്തിട്ടുരുട്ടി. ആ പഴയ ഗോഡൌണിനകത്ത് അടിയുടെയും ഇടിയുടെയും എല്ലുകൾ നുറുങ്ങുന്നതിന്റെയും ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. ആ മുഖംമൂടികളുടെ ഓരോ പ്രഹരങ്ങളും വർഷങ്ങളായി അടക്കി വെച്ച പക പോലെ തോന്നിച്ചു. മിനിറ്റുകൾക്കകം ആ ഗോഡൌണിലെ പോരാട്ടം അവസാനിച്ചു. ആ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ബ്രഹ്മദത്തനും വർഗീസും ഗുണ്ടകളും ചോരയൊലിപ്പിച്ച് നിലത്ത് കിടന്ന് ഞരങ്ങുകയായിരുന്നു. അടികൊണ്ട് മുഖമാകെ വീങ്ങി വായിൽ നിന്നും ചോര തുപ്പിക്കൊണ്ട് ബ്രഹ്മദത്തൻ ഒരു വിധത്തിൽ തല ഉയർത്തി. ഒരു മൂലയിൽ ഭയന്നു തുറച്ചു നിൽക്കുന്ന രഞ്ജനെ നോക്കി അയാൾ കിതപ്പോടെ ചോദിച്ചു, സാറേ, ഇവന്മാരൊക്കെ ആരാ? ആ ദേവൻ ഏർപ്പാട് ചെയ്തവരാന്നോ? സദാനന്ദൻ സാറിനെ അറിഞ്ഞുകൂടെ? അയാളെ പിണയ്ക്കാൽ ഇവന്മാർക്കൊന്നും ജീവൻ പോലും ഉണ്ടാകില്ല സാറേ. അത് ഇവന്മാരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ബ്രഹ്മദത്തന്റെ ആ ദയനീയമായ പറച്ചിൽ കേട്ടിട്ടും രഞ്ജനൊന്നും മിണ്ടിയില്ല. അയാളുടെ നോട്ടം ബ്രഹ്മദത്തിന് പിന്നിലായി ആ ഗോഡൌണിന്റെ തുറന്നു കിടക്കുന്ന വാതിൽക്കലേക്കായിരുന്നു. രഞ്ജന്റെ കണ്ണുകളിലെ ഭയം വർദ്ധിക്കുന്നത് കണ്ട് ബ്രഹ്മദത്തനും പല്ലിളകി വായിൽ നിറഞ്ഞ ചോര തുപ്പിക്കൊണ്ട് പതുക്കെ ആ വാതിൽക്കലേക്ക് തിരിഞ്ഞു നോക്കി. പുറത്തെ കൂരിരുട്ടിൽ നിന്നും ഗോഡൌണിന്റെ മങ്ങിയ വെളിച്ചത്തിലേക്ക് കാലൊച്ചകളോടെ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ആ രൂപം വെളിച്ചത്തിലേക്ക് കയറി നിന്നതും നിലത്ത് കിടന്ന ബ്രഹ്മദത്തന്റെ കണ്ണുകൾ വിടർന്നു. സ്വന്തം നെഞ്ചിടിപ്പ് നിന്നു പോകുന്നതുപോലെ അയാൾക്ക് തോന്നി. ചോരയൊലിക്കുന്ന ആ മുഖത്ത് അതുവരെ ഇല്ലാത്തത്ര ഭയം വന്നു നിറഞ്ഞു. ഇരുട്ട് നിറഞ്ഞ കാട്ടുപാതയിലൂടെ അലറിക്കുതിച്ചെത്തിയ ദേവന്റെയും സംഘത്തിന്റെയും കാറുകൾ സദാനന്ദന്റെ ആ പഴയ ഗോഡൌണിന്റെ മുറ്റത്ത് പൊടിപടലങ്ങൾ ഉയർത്തി ബ്രേക്ക് ഇട്ട് നിന്നു. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഗോഡൌണിന്റെ പാതി തുറന്നു കിടന്നിരുന്ന ഇരുമ്പ് വാതിൽക്കലേക്ക് വെളിച്ചം വീശി. വാഹനങ്ങളുടെ വാതിലുകൾ തുറന്ന് നക്സലുകളെ ഓർമ്മിപ്പിക്കും വിധം വസ്ത്രങ്ങളും മുഖം മുഴുവൻ മറയ്ക്കുന്ന കറുത്ത മാസ്കുകളും ധരിച്ച ആ സംഘം പുറത്തേക്കിറങ്ങി. ദേവന്റെയും വിശ്വന്റെയും അനന്തന്റെയും നേതൃത്വത്തിലുള്ള ആ സംഘം അകത്ത് നടക്കാൻ പോകുന്ന പോരാട്ടത്തിന് പൂർണ്ണമായും തയ്യാറെടുത്തു തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. കൈകളിലെ ആയുധങ്ങൾ മുറുക്കെ പിടിച്ച് പരസ്പരം കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ച്
അവർ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ഗോഡൌണിനകത്തേക്ക് തള്ളിക്കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. തങ്ങൾ നേരിടാൻ തയ്യാറെടുത്തു വന്ന ശത്രുക്കൾ ഇതിനകം തന്നെ നിലം പരിശായിരിക്കുന്നു. ചോരയൊലിപ്പിച്ച് നിലത്ത് കിടന്ന് ഞരങ്ങുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ബ്രഹ്മദത്തനും ASI വർഗീസും അവർക്ക് ചുറ്റുമായി ബോധമറ്റ് കിടക്കുന്ന സദാനന്ദന്റെ വിശ്വസ്തരായ ഗുണ്ടകളും 2-3 പോലീസുകാരും. ഒരു മൂലയിൽ ഭയന്നു വിറച്ചു നിൽക്കുന്ന DYSP രഞ്ജൻ. തങ്ങൾക്ക് മുൻപേ ഇവിടെ മറ്റാരോ വന്ന് അവന്മാരെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയ അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. വാതിൽക്കൽ വീണ്ടും മുഖംമൂടി ധരിച്ച ആയുധധാരികളായ സംഘത്തെ കണ്ടതോടെ നിലത്ത് കിടന്ന ബ്രഹ്മദത്തൻ ഭയം നിറഞ്ഞ കണ്ണുകളോടെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ചോര തുപ്പുന്ന വായോടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മരണഭയം മുന്നിൽ കണ്ട് അയാൾ ഇരു കൈകളും കൂപ്പി അലറിക്കരഞ്ഞു. ഇനി എന്തല്ലേ സാറേ, നിങ്ങൾ അവളെ കൊണ്ടുപോയില്ലേ? ഗൗരിയെ നിങ്ങൾ തന്നെ കൊണ്ടുപോയില്ലേ? പിന്നെ വീണ്ടും എന്തിനാ സാറേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പ്ലീസ് കൊല്ലല്ലേ സാറേ. ബ്രഹ്മദത്തന്റെ ആ കരച്ചിലും പറച്ചിലും കേട്ട് മുഖം മൂടിക്കുള്ളിൽ ദേവനും വിശുനും അനന്തനും എന്താണ് നടന്നതെന്നറിയാതെ പരസ്പരം നോക്കി. ഗൗരിയെ മറ്റാരോ കൊണ്ടുപോയെന്നു? ആര്? യാതൊന്നും മനസ്സിലാകാതെ നിന്ന ദേവൻ പെട്ടെന്ന് തന്റെ മുഖത്തെ ആ കറുത്ത മുഖം മൂടി ഒറ്റവലി കൂരിമാറ്റി. ദേഷ്യവും അതിലേറെ അമ്പരപ്പും നിറഞ്ഞ മുഖത്തോടെ അവൻ നിലത്തിരിക്കുന്ന ബ്രഹ്മദത്തന്റെയും അവിടെ നിന്നിരുന്ന രഞ്ജന്റെയും അടുത്തേക്ക് നടന്നു ചെന്നു. രക്തം വാർന്ന നിലയിലിരിക്കുകയായിരുന്ന ബ്രഹ്മദത്തൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് ദേവനാണെന്ന് കണ്ടതോടെ ഞെട്ടലോടെ ഇരു കൈകളും കൂപ്പി തൊഴുതുപോയി. അപ്പോഴേക്കും ദേവന് പിന്നിലായി വിശ്വനും തന്റെ മുഖം മൂടി ഊരി മാറ്റിയിരുന്നു. നാടിന്റെ ആഭ്യന്തരമന്ത്രിയെ കൂടി ആ വേഷത്തിൽ അവിടെ കണ്ടതോടെ രഞ്ജന്റെയും ബ്രഹ്മദത്തന്റെയും സമനില തെറ്റി. കൂടെയുള്ള അനന്തനും ക്രിസ്റ്റിയും പ്രദീപും സുധീഷുമൊക്കെ മുഖം മൂടികൾ മാറ്റി ആ അത്ഭുത കാഴ്ച നോക്കി നിൽക്കുകയാണ്. ഒരു വിധത്തിൽ ഇഴഞ്ഞ് വിശ്വന്റെ കാൽക്കൽ വീണുകൊണ്ട് ബ്രഹ്മദത്തൻ പൊട്ടിക്കരഞ്ഞു. സാറേ, സാറേ രക്ഷിക്കണം സാറേ, ഞാനിനി ഒന്നിനുമില്ല. സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാ ഞാൻ അതുപോലെ ചെയ്യാം. എന്റെ ജീവനോടൊന്ന് വിട്ടാ മതി സാറേ. കാര്യമറിയാതെ വിശ്വനും ദേവനും വീണ്ടും പരസ്പരം നോക്കി. തങ്ങൾ പോലും അറിയാതെ ഇവിടെ വന്ന് ഈ പോലീസുകാരെ തല്ലിച്ചതച്ചതാര്? എന്താണോ ഇവിടെ സംഭവിച്ചത് പറയ്. വിശ്വന്റെ കനത്ത ശബ്ദം ആ ഗോഡൌണിൽ മുഴങ്ങി. സാറേ, സാറേ ഗൗരി അവർ കൊണ്ടുപോയി സാറേ. ബ്രഹ്മദത്തൻ ഇതപ്പോടെയും അതിലേറെ ഭയത്തോടെയും പറഞ്ഞു. ആര്? ആകാംക്ഷയോടെ അതിലേറെ നെഞ്ചിടിപ്പോടെ ദേവനും വിശ്വനും അനന്തനും ഒരുമിച്ചാണ് ആ ചോദ്യം ചോദിച്ചത്. ഗൗരിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന ചിന്ത അവരുടെ ഉള്ളിൽ തീ കോരിയിട്ടു. ഭയത്തോടെ ഉമിനീർ കഷ്ടപ്പെട്ടിറക്കിയിട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ബ്രഹ്മദത്തൻ ദേവനും കൂട്ടരും വരുന്നതിന് മുൻപേ തങ്ങൾക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങി. ബ്രഹ്മദത്തന്റെ വായിൽ നിന്നും വീണ ആ വാക്കുകൾ കേട്ടതും ദേവന്റെയും വിശ്വന്റെയും അനന്തന്റെയും മുഖങ്ങൾ ചൊളിഞ്ഞു. കേട്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കുവാനാവാതെ തികഞ്ഞ അമ്പരപ്പോടെ അവർ പരസ്പരം നോക്കി. അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്രത്തോളം അവിശ്വസനീയമായ കാര്യങ്ങളായിരുന്നു ബ്രഹ്മദത്തൻ പറഞ്ഞത്. ആ നിമിഷം ഗോഡൌണിലെ ആ മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ എല്ലാ മുഖത്ത് വല്ലാത്തൊരു നടുക്കവും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും തളം കെട്ടി നിൽക്കുകയായിരുന്നു. മൂടൽ മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ആരികത്തെ കാവിനുള്ളിൽ തണുത്തുറഞ്ഞ ഒരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ കയറാൻ ഭയക്കുന്നത്ര ദുരൂഹമായ ഒരു ചെറിയ വനത്തിന് തുല്യമായ കാവിലേക്ക് ഇപ്പോൾ കനത്ത ഇരുട്ടുകൂടി ഇറങ്ങി വന്നിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങളും അവയിൽ നിന്നും താഴേക്ക് ഞാന്നു കിടക്കുന്ന വള്ളിപ്പടർപ്പുകളും. ഇടതൂർന്നു നിൽക്കുന്ന കൂരിരുട്ടിന്റെ നടുവിലായി വലിയൊരു അഗ്നികുണ്ഡം എരിയുന്നുണ്ട്. ആ തീജ്വാലകൾക്ക് മുന്നിൽ ചുവന്ന പട്ടുടുത്ത് നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും പൂശി കഴുത്തിൽ അസ്ഥിമാലകളണിഞ്ഞ് ഭയാനകമായ രൂപത്തിൽ കുത്തിയിരുന്ന് ഹോമങ്ങൾ ചെയ്യുകയാണ് സാക്ഷാൽ കാലഭൈരവസ്വാമികൾ. കാവിന്റെ നിശബ്ദതയെ ഹനിക്കുന്ന രീതിയിലുള്ള അയാളുടെ ഗാംഭീര്യം നിറഞ്ഞ മന്ത്രോച്ചാരണങ്ങൾ ആ അന്തരീക്ഷത്തെ കൂടുതൽ ഭയപ്പെടുന്നതാക്കി മാറ്റി. തീജ്വാലകൾ കാറ്റിലുലയുമ്പോൾ ചുറ്റുമുള്ള മരങ്ങളിൽ വീഴുന്ന നിഴലുകൾക്ക് ജീവനുള്ളതുപോലെ തോന്നി. ചില സമയങ്ങളിൽ കാവിനകത്ത് വീശുന്ന കാറ്റിൽ അഗ്നികുണ്ഡത്തിൽ നിന്നും തീജ്വാലകൾ മുകളിലേക്ക് ആർത്തലച്ചുയർന്നു. ആ അഗ്നികുണ്ഡത്തിന്റെ ചൂടിൽ നിന്നും ഒരൽപ്പം മാറി കാവിലെ ഇരുട്ടിൽ ലയിച്ചുകൊണ്ട് സദാനന്ദനും രാജേന്ദ്രനും ഗംഗാധരനും നിൽപ്പുണ്ട്. അവർക്ക് കാവലായി കയ്യിൽ ആയുധങ്ങളുമായി തണ്ടും തടിയുമുള്ള 2-3 ഗുണ്ടകളും. എന്നാൽ രാജേന്ദ്രന്റെയും ഗംഗാധരന്റെയും അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സ്വന്തം മകന്റെ ജീവനെടുത്ത വവ്വാലുകൾ കൂട്ടത്തോടെ ആക്രമിച്ച ആ കൊടും കാവിനുള്ളിൽ നിൽക്കുമ്പോൾ ഗംഗാധരന്റെ കൈകാലുകൾ മരണഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. രാജേന്ദ്രന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല.
ഇടയ്ക്കിടെ മരച്ചില്ലകളിലേക്കും കാവിന്റെ മുകളിലെ കൂരിരുട്ടിലേക്കും അവർ ഭീതിയോടെ നോക്കി. കാറ്റിൽ കരിയിലകൾ അനങ്ങുന്ന ശബ്ദം കേട്ടാൽ പോലും അവർ ഞെട്ടിവിറച്ചു. ഏതു നിമിഷവും ഇരുട്ടിൽ നിന്നും ആ കടവാവലുകളോ അതല്ലെങ്കിൽ കൊറ്റങ്കാവിലമ്മയുടെ കോപമോ തങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തേക്കാം എന്നൊരു തോന്നൽ അവരെ വല്ലാതെ വേട്ടയാടി. സദാനന്ദ! തൊണ്ടയിലെ വരൾച്ച വകവെക്കാതെ അടക്കിപ്പിടിച്ച സ്വരത്തിൽ ഗംഗാധരൻ വിളിച്ചു. എന്റെ നെഞ്ചിടിപ്പ് കൂടുക. ഇനിയും ആ വവ്വാലുകളോ മറ്റോ ഇറങ്ങി വരുമോ? അവനെയൊക്കെ കൊന്നൊടുക്കിയ ആ കാവിലമ്മയുടെ കോപം. മിണ്ടാതിരിക്കടോടെ! അക്ഷമനായ സദാനന്ദൻ ശബ്ദമുയർത്താതെ തന്നെ ചീറി. അയാളുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, മറിച്ച് ദേഷ്യവും ധൃതിയുമായിരുന്നു. എന്തു കോപമെന്നാ! ആ കാലഭൈരവ സ്വാമികളുടെ പൂജ കഴിഞ്ഞാലേ ഈ കാവിലെ സകല ശക്തികളെയും അയാളുടെ ആ കുപ്പിയിലാക്കി വെക്കും. നീ ചുമ്മാ പേടിച്ച് ചാകാതെ ധൈര്യമായിട്ട് അവിടെ നിൽക്കാൻ നോക്ക്. അതും പറഞ്ഞിട്ട് സദാനന്ദൻ അക്ഷമയോടെ വീണ്ടും തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ബ്രഹ്മദത്തൻ ഗൗരിയെയും കൊണ്ട് ഇത്രയും നേരമായിട്ടും എന്താ എത്താത്തത് എന്ന ചിന്ത അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. ഗൗരി എത്തിച്ചാൽ ഉടനെ തന്നെ അവളെ കൊണ്ട് കാവിലെ ആ കൽക്കെട്ടിനടിയിലിരിക്കുന്ന രക്തമെടുത്ത് അത് സ്വന്തമാക്കുക എന്ന അത്യാഗ്രഹം അയാളിൽ നുരയിട്ടുകൊണ്ടിരുന്നു. കൊറ്റങ്കാവ് അമ്പലത്തിൽ നിന്നും മുടിയേറ്റിന്റെ ചെണ്ടമേളങ്ങൾ കാറ്റിലൂടെ ഇടയ്ക്കൊഴുകി എത്തുന്നുണ്ട്. ദാരികനെ വധിക്കാൻ ഉറഞ്ഞു തുള്ളി വരുന്ന ഭദ്രകാളിയുടെ അതിഭയാനകമായ അലർച്ചകളും ആ ചെണ്ടയുടെ താളത്തിനൊപ്പം കേൾക്കാം. കാറ്റ് ശക്തിയായി വീശി തുടങ്ങി. ആ ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ടതും കാലഭൈരവൻ കൂടുതൽ ആവേശത്തോടെ ഹോമകുണ്ടത്തിലേക്ക് ഹവിസുകൾ അർപ്പിച്ചുകൊണ്ട് തന്റെ മന്ത്രോച്ചാരണത്തിന്റെ വേഗത കൂട്ടി. കാവിനുള്ളിലെ ആ അന്ധകാരവും അലറിയെരിയുന്ന അഗ്നികുണ്ടവും ചുറ്റും നിന്ന് ഭയപ്പെടുത്തുന്ന മരങ്ങളും ദൂരെ നിന്നുള്ള മുടിയേറ്റിന്റെ രൗദ്രതാളങ്ങളും കൂടി ആ രാത്രിയെ അക്ഷരാർത്ഥത്തിൽ ഭയാനകമാക്കി. അവിടെ പ്രകൃതിയും ദുർമന്ത്രവാദവും തമ്മിലുള്ള പോരാട്ടത്തിന് കളപൊരുങ്ങുകയായിരുന്നു. രത്നമെടുക്കാൻ വിധിക്കപ്പെട്ട പെൺകുട്ടി എത്തിയില്ലേ ഇതുവരെ? ഭൈരവസ്വാമികളുടെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് സദാനന്ദൻ ഒരിക്കൽ കൂടി തന്റെ വാച്ചിൽ നോക്കി. ഇപ്പൊ എത്തു സ്വാമി? തൊഴുകൈയോടെ പറഞ്ഞിട്ട് അയാൾ തന്റെ ഗുണ്ടകളെ നോക്കി. വാടാ! ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെയും വിളിച്ചുകൊണ്ട് സദാനന്ദൻ കാവിന് പുറത്തേക്ക് നടന്നു. ആ സമയം ആരികത്തെ പടിപ്പുരയുടെ ഗേറ്റ് കടന്ന് ഏതാനും വാഹനങ്ങൾ ആ പറമ്പിലേക്ക് കയറി വന്നു. ഊരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ കാവിന് മുന്നിലേക്ക് പ്രകാശം വീശി. ഏറ്റവും മുന്നിലായി തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ള ഒരു ആഡംബര ബെൻസ് കാറും അതിന് തൊട്ടു പിന്നാലെ മുരൾച്ചയോടെ 6 കറുത്ത സ്കോർപിയോകളും ആ മുറ്റത്ത് വന്ന് ബ്രേക്കിട്ട് നിന്നു. വാഹനങ്ങളുടെ വെളിച്ചത്തിൽ കാവിലെ മരങ്ങൾ കൂടുതൽ ഭയാനകമായി തോന്നിച്ചു. ആ സമയം ഗൗരിയെയും കൊണ്ടുവരുന്ന CI ബ്രഹ്മദത്തനെയും ആൾക്കാരെയും നോക്കി കാവിന് വെളിയിലേക്ക് എത്തിയിരുന്നു സദാനന്ദനും അയാളുടെ ഗുണ്ടയും. വരിവരിയായി വന്നു നിന്ന് ആ വാഹനങ്ങൾ കണ്ടതും അയാളുടെ ചുണ്ടുകളിൽ വിജയത്തിന്റെ അഹങ്കാരച്ചിരി പടർന്നു. തന്റെ പദ്ധതികൾക്കൊന്നും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്നും ഗൗരി ഇപ്പോൾ തന്റെ വലയിലായെന്നും അയാൾ ഉറപ്പിച്ചു. എന്നാൽ ആ കറുത്ത ബെൻസ് കാറിന്റെ പിൻവാതിൽ തുറന്ന് ഗൗരി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും സദാനന്ദന്റെ മുഖമൊന്നു ചുളിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ എന്തോ സംശയം നിഴലിച്ചു. യാതൊരു ഭയവുമില്ലാതെയാണ് ഗൗരി ആ കാറിൽ നിന്നും ഇറങ്ങി നിൽക്കുന്നത്. ആ ബ്രഹ്മദത്തിന് ഇത്രയും വലിയൊരു ബെൻസ് കാറൊക്കെ ഉണ്ടോ എന്ന് അപ്പോഴാണ് അയാൾ ചിന്തിച്ചത്. അതോ ഗൗരിയെ കൊണ്ടുവരാൻ അവൻ മറ്റാരുടെയെങ്കിലും വാഹനം വാടകയ്ക്ക് എടുത്തതാണോ? മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ അയാളുടെ തലച്ചോറിൽ കിടന്ന് വട്ടം കറങ്ങി. സദാനന്ദൻ കൂടുതലായി എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുന്നതിന് മുൻപേ പിന്നിലെ സ്കോർപിയോകളുടെ വാതിലുകൾ ഒരുമിച്ച് തുറക്കപ്പെട്ടു. അതിൽ നിന്നും മുഖം മുഴുവൻ കറുത്ത തുണികൾ കൊണ്ടു മറച്ച ആയുധധാരികളായ ഒരു കൂട്ടം ആളുകൾ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. അവർ നിമിഷ നേരം കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവൾക്കു ചുറ്റുമായി നിലയുറപ്പിച്ചു. മുഖംമൂടികൾ ധരിച്ച സായുധ സംഘത്തെ കണ്ടതും സദാനന്ദന്റെ ഉള്ളിലെ അമ്പരപ്പ് പതുക്കെ മാറി വന്നു. ആരുമറിയാതെ ഗൗരിയെ രഹസ്യമായി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബ്രഹ്മദത്തൻ പ്രത്യേകം ചട്ടം കെട്ടിയയച്ച ഗുണ്ടകൾ തന്നെ അവർ എന്ന് അയാൾ ഉറപ്പിച്ചു. ആ ചിന്ത അയാളുടെ ചുണ്ടിലെ ക്രൂരമായ ചിരിക്ക് വീണ്ടും ജീവൻ നൽകി. താൻ പണം കൊടുത്തു കൂടെ നിർത്തിയ ബ്രഹ്മദത്തൻ തനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന വിശ്വാസത്തോടെ, അതിലേറെ അഹങ്കാരത്തോടെ സദാനന്ദൻ അവരെ നോക്കി നിൽക്കുമ്പോൾ വാഹനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിൽ മുഖംമൂടി ധരിച്ച അജ്ഞാത സംഘത്തിന് നടുവിൽ യാതൊരു കുലുക്കവുമില്ലാതെ തല ഉയർത്തി നിൽക്കുകയായിരുന്നു ഗൗരി. തുടരും. ഗൗരി ആരുടെ കൂടെയാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നറിയണ്ടേ? കാത്തിരിക്കൂ. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്
See you soon.